Hi, welcome to CC Plus. I am Revati Babu. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10th CBSE മലയാളം സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് മെയിൻ എക്സാമിന് ഗ്രാമർ സൈഡിൽ നിന്ന് വരുന്ന ഓരോ ടോപ്പിക്സ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്കിവാക്യം അംഗവാക്യമാണ് നോക്കിയത്. മെയിൻ ക്ലോസ് അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതേപോലെ തന്നെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ആ ഒരു ഗ്രാമറിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും ചോദിക്കും. 10th മെയിൻ എക്സാമിന് ആ ഒരു ഗ്രാമർ ഭാഗത്ത് നിന്ന് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിലപ്പോൾ ചിലർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്കിവാക്യം അംഗവാക്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്? നമുക്കൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെന്റൻസ് തരും. അതില് ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും. കൂടുതലായിട്ടും കാണുന്നത് ഒരേ മീനിങ് വരുന്ന രണ്ട് വാക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരേ മീനിങ് തന്നെ തരുന്ന രണ്ട് വാക്കുകൾ ആ ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കും. അതാണ് റിപ്പീറ്റ്ലി കണ്ടിന്യൂസ്ലി ആയിട്ട് വരുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്തരത്തിലുള്ള തെറ്റാണ് കൂടുതലും കണ്ടുവരുന്നത്. അത് കൂടാണ്ട് ചിലപ്പോൾ ചിഹ്നങ്ങൾ ഇടാത്തതോ അല്ലെങ്കിൽ ചിഹ്നങ്ങൾക്ക് ഉണ്ടാകുന്ന വല്ല വ്യത്യാസമോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് കിട്ടാത്തതോ ആ രീതിയിലുള്ള തെറ്റുകളും ഉണ്ടാവാറുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഒരേ മീനിങ് വരുന്ന രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ മൂന്ന് വാക്കുകൾ ഒക്കെ വരുന്നതായിരിക്കും കൂടുതലും കാണുന്ന തെറ്റെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസും അതിന്റെ ക്ലാരിഫിക്കേഷനും നോക്കി പോകാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കൂടി അറിഞ്ഞാലാണ് കേട്ടോ. ഇതിന്റെ അർത്ഥവും ഒന്നാണല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് മതിയല്ലോ എന്ന് മനസ്സിലാക്കണേ നിങ്ങൾക്ക് അർത്ഥം കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അപ്പോ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ് എന്താണ്? അയാളുടെ മനസ്സിൽ ഭീതിയുടെ മഞ്ഞ് ഭയത്തോടെ അടിഞ്ഞുകൂടുന്നു. ഇവിടെ ഭീതിയുടെ അതുപോലെ തന്നെ ഭയത്തോടെ രണ്ട് വാക്കുകളും ഒരേ മീനിങ് ആണ് നൽകുന്നത് അല്ലെ. ഭീതി, ഭയം ഇത് രണ്ടും ഒരേ മീനിങ് തരുന്ന വാക്കുകളാണ്. ഇത് രണ്ടും ഈ ഒരു സെന്റൻസിലേക്ക് ആവശ്യമുണ്ടോ? രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല അല്ലെ. അപ്പൊ ഭീതിയുടെ അതുപോലെ തന്നെ ഭയത്തോടെ ഇത് രണ്ടും ഒരേ മീനിങ് തരുന്ന രണ്ട് വേർഡ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും കൂടി ചേർത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് മതി. അപ്പൊ ഉത്തരം എങ്ങനെ വരും? അയാളുടെ മനസ്സിൽ ഭീതിയുടെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു. അയാളുടെ മനസ്സിൽ ഭീതിയുടെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു. ഭയത്തോടെ എന്നാണെങ്കിൽ തന്നെ നമ്മൾ ഭയത്തോടെ ഇവിടേക്ക് എടുത്തിട്ടാലും ഭയത്തിന്റെ എന്നാക്കേണ്ടി വരും. എന്നാലാണ് മീനിങ് കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ഭീതിയുടെ അതേപോലെ ഭയത്തോടെ ഇത് രണ്ടും ഒരേ മീനിങ് തരുന്ന വേർഡാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. ഭീതിയുടെ എന്ന് വേണ്ട, ഭയത്തോടെ എന്ന് ചേർക്കാന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ അയാളുടെ മനസ്സിൽ ഭയത്തോടെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീനിങ് എന്താണ്? മീനിങ് ഫുൾ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭയത്തിന്റെ എന്നാക്കണം. ഭയത്തോടെ എന്നുള്ളത് ഭയത്തിന്റെ എന്നാക്കണം. ഭയത്തിന്റെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു എന്നാക്കണം. അതിലേക്കൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈസി ആയിട്ട് ഭീതിയുടെ എന്നുള്ളത് മാത്രം അങ്ങ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഭയത്തോടെ അങ്ങ് കളയാം. അപ്പൊ എന്താ ചെയ്യാം? ഭീതിയുടെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു. ഭയത്തോടെ അവിടെ കിടന്നോട്ടെ. ഭയത്തോടെ എടുത്ത് എഴുതാൻ സാധിക്കുന്നവര് ഭയത്തോടെ എന്നുള്ളത് ഭയത്തിന്റെ എന്നാക്കി എഴുതാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ എഴുതാം. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഭീതിയുടെ മഞ്ഞ് അടിഞ്ഞുകൂടുന്നു എന്ന് എഴുതി ഭയത്തോടെ എന്ന വേർഡ് അതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പൊ എന്താവുന്നു? ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആകും. നെക്സ്റ്റ്, പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചില്ലാതെയായി. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചില്ലാതെയായി. ഉത്തരം എന്താണ്? പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ശമിച്ചില്ലാതെയായി എന്ന് പറഞ്ഞാൽ എന്നാ? ശമിച്ചു. അതുപോലെ തന്നെ ഇല്ലാതായി. ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. ശമിച്ചു അതുപോലെ തന്നെ ഇല്ലാതായി ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. നിന്നു, അവസാനിച്ചു, ഇല്ലാതെയായി എന്നൊക്കെ വരുന്ന അർത്ഥം തന്നെയാണ് ശമിച്ചു എന്നുള്ളതിന്. അപ്പൊ നമ്മൾ ശമിച്ചു ഇല്ലാതെയായി ഇത് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നിലെ ഇല്ലാതായി അല്ലെങ്കിൽ ശമിച്ചു, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ആ സെന്റൻസിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണ്? ശമിച്ചില്ലാതെയായി എന്നുള്ളതിലെ ശമിച്ചു അതുപോലെ തന്നെ ഇല്ലാതെയായി ഇത് രണ്ടും ഒരേ മീനിങ് ആണ് അല്ലെ. അവസാനിച്ചു, നിന്നു, ഇല്ലാതെയായി ഇതേ അർത്ഥം തന്നെയാണ് ശമിച്ചു എന്ന വാക്കിന്. ഇതേ അർത്ഥം തന്നെയാണ് ഇല്ലാതെയായി എന്ന വാക്കിന്. രണ്ടും ഒന്നാണ്. അതുകൊണ്ട് രണ്ടും ചേർത്ത് ശമിച്ചില്ലാതെയായി എന്ന് എഴുതേണ്ട ആവശ്യം അവിടെ ഇല്ല. ഒന്നിലെ ശമിച്ചു എന്ന് എഴുതാം അല്ലെങ്കിൽ ഇല്ലാതെയായി എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ അർത്ഥം
അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ മീനിങ് ഒന്നാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി വേണമെങ്കിൽ ഷോർട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുക. അപ്പൊ എക്സാമിന് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ പിന്നിൽ നിലവിളി അകന്നു ശമിച്ചില്ലാതെയായി. ഉത്തരം പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇല്ലാതെയായി അല്ലെങ്കിൽ ശമിച്ചു, ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, രണ്ടും ഒരേ മീനിങ് ആയതുകൊണ്ട്. അതാണ് ആ വാക്യത്തിലെ തെറ്റ്. നെക്സ്റ്റ് എന്താണ്? തുലാവർഷക്കാറ്റുകളും കാലാവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ തലമുടികളിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു. ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? തുലാവർഷക്കാറ്റുകളും കാലാവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ തലമുടിയിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു. അതിൽ വലിയ രീതിയിലുള്ള തെറ്റുകളൊന്നുമില്ല, ഒരേ ഒരു തെറ്റുള്ളൂ. നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് വിചാരിക്കും? തുലാവർഷക്കാറ്റുകളും കാലാവർഷക്കാറ്റുകളും, ഇതിലൊന്നും മതിയായിരിക്കുമോ? ഒരിക്കലും അല്ല. അത് രണ്ടും രണ്ട് വേർഡാണ് അല്ലെ. തുലാവർഷക്കാറ്റ്, കാലാവർഷക്കാറ്റ്. അതുപോലെ ആ മുത്തശ്ശിയുടെ തലമുടിയിൽ കൂടി, ഇവിടെ ഉത്തരം വന്നേക്കുന്നത്, തെറ്റ് വന്നേക്കുന്നത് ഇവിടെയാണ്. തലമുടികളിൽ കൂടി എന്ന് നമ്മൾ പറയില്ല. തലമുടി എന്ന് പറയുന്നത് ഏകവചനമാണ് അല്ലെ. തലമുടികളിൽ എന്നുള്ളത് ദ്വിവചനമാണ്. തലമുടികളിൽ നമ്മൾ പറയോ? തലമുടികളിൽ, തലമുടിയിൽ എന്നാണ് പറയുള്ളൂ. അതാണ് അവിടുത്തെ തെറ്റ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. കാരണം വലിയൊരു സെന്റൻസ് അങ്ങ് തന്നേക്കുവാണ്, വലിയൊരു സിറ്റുവേഷൻ ആണ് അതല്ലേ, വലിയൊരു സെന്റൻസ്. വായിച്ചു നോക്കിയപ്പോൾ ഒരുപാട് എഴുതി വെച്ചേക്കുന്നു. ഇതിനകത്ത് എവിടെയാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വലിയ തെറ്റുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ തെറ്റായിട്ട് കാണുന്നത് തുലാവർഷക്കാറ്റ് അല്ലെങ്കിൽ കാലാവർഷക്കാറ്റ് എന്ന് എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തെറ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷെ എന്താണ്? തലമുടികളിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു എന്നുള്ളതില് തലമുടികളിൽ എന്നുള്ളതാണ് തെറ്റായിട്ട് വന്നേക്കുന്നത്. തലമുടിയിൽ എന്നാണ് എഴുതേണ്ടത്. തലമുടിയിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റ് തലമുടികളിൽ. തലമുടികളിൽ നമ്മൾ ഒരിക്കലും പറയില്ല, തലമുടിയിൽ എന്നാണ് പറയുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ശാന്തയുടെയും കുമാർ മാമയുടെയും ജീവിതങ്ങൾ വഴിമുട്ടി ഗതിയില്ലാതെ നിന്നു. ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? വഴിമുട്ടി ഗതിയില്ലാതെ. ഇത് രണ്ടും ഒരേ മീനിങ് തരുന്ന വാക്യങ്ങളാണ്, ഒരേ മീനിങ് ആണ്. വഴിമുട്ടി അതുപോലെ ഗതിയില്ലാതെ. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, ഗതിയില്ലാതെ നിൽക്കുകയാണ് അല്ലെ. രണ്ടും ഒരേ മീനിങ് ആണ് നൽകുന്നത്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ആൻസറിലേക്ക് എടുത്തിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആൻസർ എങ്ങനെയാ? ശാന്തയുടെയും കുമാർ മാമയുടെയും ജീവിതങ്ങൾ വഴിമുട്ടി നിന്നു അല്ലെങ്കിൽ ഗതിയില്ലാതെ നിന്നു. ഈ ആൻസറിൽ നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴിമുട്ടി എന്ന വേർഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗതിയില്ലാതെ എന്ന വേർഡ് ചൂസ് ചെയ്യാം. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് ആ ഒരു സെന്റൻസിൽ ആവശ്യമില്ല. രണ്ടും ഒരേ മീനിങ് അല്ലേ. അപ്പൊ രണ്ടു പ്രാവശ്യം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വഴിമുട്ടി നിന്നു എന്നാണ്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ആൻസർ കറക്റ്റ് ചെയ്യാം. ആ ഒരു സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ആണ്, രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ തമ്മിൽ പരസ്പരം കൈമാറി. തമ്മിൽ പരസ്പരം, ഇത് രണ്ടും ഒരേ മീനിങ് ആണ് അല്ലെ. തമ്മിൽ പരസ്പരം, രണ്ടുപേര് തമ്മിൽ പരസ്പരം എന്നുള്ളത് ഒരേ മീനിങ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തമ്മിൽ പരസ്പരം കൈമാറി എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. ഉത്തരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ പരസ്പരം കൈമാറി അല്ലെങ്കിൽ തമ്മിൽ കൈമാറി. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രണ്ടും കൂടി കൂട്ടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൻസറിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു മീനിങ് ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത കുറെ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ആവശ്യമുള്ളതൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ മേളി കൊടുത്തേക്കുന്നതിൽ ആവശ്യമില്ലാതെ വന്നേക്കുന്നതാണ് ആ രണ്ട് വേർഡ്സ്, രണ്ട് മീനിങ് അല്ലെ. രണ്ട് വേർഡ്സ്, ഒരേ മീനിങ് തരുന്ന രണ്ട് വേർഡ്സ്. പക്ഷെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. തമ്മിൽ പരസ്പരം, രണ്ടും ഒരേ മീനിങ് ആണ് നൽകുന്നത്. ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നിലെ ഇങ്ങനെ എഴുതുക, രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ പരസ്പരം കൈമാറി അല്ലെങ്കിൽ തമ്മിൽ കൈമാറി. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചൂസ് ചെയ്യുമ്പോൾ സെന്റൻസ് കറക്റ്റ് ആവും. നെക്സ്റ്റ് ആണ്, ഇനി വിൽക്കാൻ വീട്ടിൽ ആകെ ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്. ഇനി വിൽക്കാൻ വീട്ടിൽ ആകെ ശേഷിച്ചിട്ടുള്ളത്, ഉത്തരം എങ്ങനെ വരും? ഇനി വിൽക്കാൻ വീട്ടിൽ ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകളാണ്. ശേഷിച്ചിട്ടുള്ളത് എന്നാണ് അവിടെ വരുള്ളൂ. ആകെ ശേഷിച്ചിട്ടുള്ളതെന്ന് വരില്ല. ശേഷിച്ചിട്ടുള്ളത് ആകെ എന്നാണെങ്കിൽ എങ്ങനെ വരും? ഇനി വിൽക്കാൻ വീട്ടിൽ ആകെ 4-5 മരസ്പൂണുകൾ മാത്രമാണ് എന്ന് വരുമ്പോൾ അവിടെ മീനിങ് ഫുൾ അല്ല അല്ലെ. അവിടെ ഒരു അർത്ഥം അവിടെ നമുക്ക് കിട്ടുന്നില്ല. ഇനി വിൽക്കാൻ വീട്ടിൽ
ആകെ 4-5 മരസ്പൂണുകൾ മാത്രമാണ് എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇനി വിൽക്കാൻ വീട്ടിൽ ശേഷിച്ചിട്ടുള്ളത്, ഇനി ബാക്കിയായിട്ടുള്ളത് ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്. അപ്പൊ ശേഷിച്ചിട്ടുള്ളത് എന്നതാണ് അവിടേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മധ്യത്തിൽ മറ്റു 2 അഗ്നികളെ പോലെ വന്നു നിന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് നടുക്ക്, മധ്യത്തിൽ? ഇത് രണ്ടും ഒരേ മീനിങ് തരുന്ന വേർഡ്സ് ആണല്ലേ, ഒരേ മീനിങ് ആണ്. നടുക്ക്, അതുപോലെ തന്നെ മധ്യത്തിൽ, ആ ഒരു സെന്റർ പോർഷൻ, ആ ഒരു നടുക്ക് എന്ന് പറയുന്നതും മധ്യത്തിൽ എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ് നൽകുന്നത്. അതുകൊണ്ട് അത് 2 അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഒന്നിൽ നിങ്ങൾക്ക് നടുക്ക് എന്നത് അല്ലെങ്കിൽ മധ്യത്തിൽ എന്നത് ഉപയോഗിച്ച് ആൻസർ കറക്റ്റ് ചെയ്യാം, ആ ഒരു സെന്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതാം. ഇപ്പൊ മിസ് എഴുതിയേക്കുന്നത് സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു 2 അഗ്നികളെ പോലെ വന്നു നിന്നു. നടുക്ക് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധ്യത്തിൽ എന്ന് ഉപയോഗിക്കാം, രണ്ടും ഒരേ മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് വരുന്ന വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഒരേ മീനിങ് തരുന്ന 2 വാക്കുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ റെയർ ആയിട്ടേ ചിലപ്പോൾ വല്ല ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ റെയർ ആയിട്ടേ കാണുള്ളൂ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരേ മീനിങ് ഉള്ളതായിരിക്കും സെന്റൻസിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം, ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും വേഗത്തിൽ ഓടിപ്പായുകയായി. ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഇത് ഒരേ മീനിങ് വരുന്നതല്ല, വേറൊരു തെറ്റാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലെ, ചിഹ്നത്തിലൊക്കെ വന്നേക്കുന്നത് അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകുന്ന ഒരു തെറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും വേഗത്തിൽ ഓടിപ്പായുകയായി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റില്ലേ? ഉറക്കപ്പിച്ചിലും എന്ന് നമ്മൾ പറയോ? അവിടെ കറക്റ്റ് മീനിങ് കിട്ടണമെങ്കിൽ ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് എന്ന് മാറ്റി എഴുതണം അല്ലെ. ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയവും എന്ന് വരില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ ഉറക്കപ്പിച്ചിലും എന്നാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഭയത്തിലും എന്ന് വരും അല്ലെ. അവിടെ വേർഡ് മാറും. നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആ സെന്റൻസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഓരോ വാക്കും അതിനനുസരിച്ച് പോകണം. അടുത്തടുത്തുള്ള വാക്കുകൾക്ക് യോജിച്ചതായിരിക്കണം അതിന്റെ തൊട്ടടുത്ത് വരുന്ന ഓരോ വാക്കും. അപ്പൊ ഉറക്കപ്പിച്ചിലും എന്നതാണ് ഇവിടെ ശരിക്കും നമ്മൾ നൽകേണ്ടതെങ്കിൽ തൊട്ടടുത്തുള്ള ഭയവും എന്നുള്ളത് ഭയത്തിലും എന്നാകും. പക്ഷെ അവിടെ ഭയത്തിലും എന്നല്ല, ഭയവും എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഉറക്കപ്പിച്ചിലും എന്നുള്ളത് അവിടെ തെറ്റാണ്. ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങും ഇങ്ങും വേഗത്തിൽ ഓടിപ്പായുകയായി എന്നാണ് കറക്റ്റ് ചെയ്യുമ്പോൾ വരുള്ളൂ. ഉത്തരം എന്താണ്? ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും വേഗത്തിൽ ഓടിപ്പായുകയായി. അപ്പൊ നിങ്ങൾക്ക് ഒരേ മീനിങ് വരുന്നത് കുറച്ചും കൂടി ഈസി ആണല്ലേ. പക്ഷെ ഇതേപോലത്തെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയവും പിടിപെട്ട്, അവിടെ ഉറക്കപ്പിച്ചിലും എന്ന് പറയുന്നതിനേക്കാളും ഉറക്കപ്പിച്ചും എന്ന് പറയുന്നതാണല്ലോ സ്യൂട്ട് ആവുന്നത് എന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാകും. ആ അർത്ഥം അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും വേഗത്തിൽ ഓടിപ്പായുകയായി എന്നതാണ് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ നാശമില്ലാത്ത ലോകങ്ങൾ, അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു എന്നതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ആൻസർ എങ്ങനെ വരും? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. നാശമില്ലാത്ത അക്ഷയ ലോകങ്ങൾ, അതില് ഏതെങ്കിലും ഒന്നും മതി, ഇത് നമുക്ക് വേണ്ട. അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതും ഒരു തെറ്റാണ്. എന്താണ്? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞാനത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എക്സാമിന് ജയിക്കുമായിരുന്നു. ഇങ്ങനെ പറയോ? ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എക്സാമിന് ജയിച്ചു, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഞാൻ ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഞാൻ അതിൽ 1ാം സമ്മാനം നേടിയിരുന്നേനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ടൂർണമെന്റിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ടൂർണമെന്റിൽ 1ാം സമ്മാനം നേടിയിരിക്കുന്നു എന്ന് നമ്മൾ പറയോ? ഇല്ല. ആണെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. അങ്ങനെ ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്, ആണെങ്കിൽ. അപ്പൊ അവിടെ ഒരിക്കലും നേടിയിരിക്കുന്നു എന്ന് വരില്ല, നേടുമായിരുന്നു എന്നാ വരുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതുപോലെ, ഞാൻ എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുമായിരുന്നു. അതല്ലാതെ ഞാൻ എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് മാർക്ക് നല്ല രീതിയിൽ ലഭിച്ചിരുന്നു എന്ന് വരില്ലല്ലോ. അപ്പൊ അവിടെ ആൻസർ അങ്ങനെ എഴുതുമ്പോൾ അവിടെ തെറ്റ് വരും. അർത്ഥം അവിടെ
ക്ലിയർ അല്ലായിരിക്കും. അപ്പൊ എന്താണ്, വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി പാടായിട്ട് തോന്നുന്നത്. പക്ഷെ അത് കുറച്ചൊരു 2-3 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാകും, ഇത് ഇങ്ങനെ വരില്ലല്ലോ. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കുക. ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ഇവിടെ അങ്ങനെ വരില്ലല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ ഇവിടേക്ക് ഏതെങ്കിലും ചിഹ്നങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണം, ഇതേ രീതിയിൽ എഴുതണം, ഇതിൽ ഒന്ന് കളയണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എന്താണ്, വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. അപ്പൊ നേടിയിരിക്കുന്നു എന്നുള്ളത് നേടുമായിരുന്നു, കാരണം പ്രമാണമാണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നേടുമായിരുന്നു എന്നും നാശമില്ലാത്ത ലോകങ്ങൾ എന്നുള്ളത് നമ്മൾ കളഞ്ഞിട്ട് അക്ഷയ ലോകങ്ങൾ എന്നുള്ളത് മാത്രം ആഡ് ചെയ്തു. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. അപ്പോഴാണ് അവിടെ കറക്റ്റ് ആയത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരുന്നത്. കഴിഞ്ഞ എക്സാമുകളെ ബേസ് ചെയ്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് ഈ വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന ഈ ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തത്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന പേടിക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്നാ, ഭയക്കുന്ന പേടിക്കുന്ന, ഇത് രണ്ടും ഒരേ മീനിങ് അല്ലേ നൽകുന്നത്. ഭയക്കുന്ന പേടിക്കുന്ന, അവിടെ 2 പ്രാവശ്യം ഭയക്കുന്ന പേടിക്കുന്ന എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നിലെ ഭയക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന, ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എങ്ങനെയാണ്, ആറാട്ടുകുന്നിൽ ആൻസർ വരുമ്പോ എങ്ങനെയാ, ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഭയക്കുന്ന എന്നതാണ് ഇവിടെ മിസ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിക്കുന്ന എന്ന് എഴുതാം. പേടിക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരേ മീനിങ് വരുന്ന 2 വേർഡ്സ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വേർഡ്സ് നിങ്ങൾക്ക് എടുത്താൽ മതി. പക്ഷെ അർത്ഥം മാറിപ്പോകുന്ന രീതിയിൽ തെറ്റാണ് നൽകിയേക്കുന്നത്, നിങ്ങൾ തിരുത്തണം. അത് നിങ്ങൾ തിരുത്തണം. ഇതേപോലുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഭയക്കുന്ന പേടിക്കുന്ന ഒരേ മീനിങ് ആണ്, ഒരെണ്ണം ചൂസ് ചെയ്തു. പക്ഷെ അതേ രീതിയിൽ അല്ലാത്ത തെറ്റുകളാണെങ്കിൽ അത് കുറച്ചു നേരമൊക്കെ 2-3 വട്ടമൊക്കെ വായിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ അങ്ങനെയല്ലേ, നാശമില്ലാത്ത ലോകങ്ങൾ അക്ഷയ ലോകങ്ങൾ. നാശമില്ലാത്ത ലോകങ്ങൾ നമ്മൾ കളഞ്ഞു. നേടിയിരിക്കുന്നു എന്നുള്ളത് നേടുമായിരുന്നു എന്ന് നമ്മൾ മാറ്റി. കാരണം എന്താ, സിറ്റുവേഷൻ അതാണ്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അതിന് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അപ്പൊ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടുമായിരുന്നു. ഞാൻ നേടുമായിരുന്നു, ചിലപ്പോൾ നേടിയേനെ. പ്രമാണമാണെങ്കിൽ ഞാൻ നേടിയേനെ. അപ്പൊ ആ ഒരു ആൻസർ അങ്ങനെയാണ് വരുള്ളൂ. അവിടെ അങ്ങനെ ഒരു അർത്ഥേ വരുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ മാറ്റണം. നേടിയിരിക്കുന്നു എന്നുള്ളത് നേടുമായിരുന്നു എന്ന് മാറ്റണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരേ മീനിങ് തരുന്ന വേർഡ്സ് വെറുതെ പിറക്കിയെടുത്ത് എഴുതിയാൽ മതി. അതും നല്ല രീതിയിൽ അതിന്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പൊ ഭയക്കുന്നു പേടിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഈസി ആയിട്ടുള്ള വേർഡ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം, 2 ഒരേ മീനിങ് ആണ്. ചിലതിന് മനസ്സിലാവൂല ഒരേ മീനിങ് ആണോ എന്നുള്ളത്, എന്നാലും അത് ഈസിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള തെറ്റുകളാണെങ്കിൽ 2-3 വട്ടം വായിച്ചു നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് എന്നാ, അതുപോലെ തന്നെ ഇത് കണ്ടോ, ആളുകൾ. ഇത് ഒരേ മീനിങ് ഉള്ള 2 വേർഡ്സ് ആണോ വന്നേക്കുന്ന തെറ്റ്? അല്ല. ഉറക്കപ്പിച്ചിലും എന്ന് എഴുതിയപ്പോ അവിടെ അർത്ഥം മാറിപ്പോകുന്നു, അർത്ഥം അവിടെ ശരിയാകുന്നില്ല അല്ലെ. ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയവും പിടിപെട്ടു. ഒന്നിലെ ഉറക്കപ്പിച്ചിലും ഭയത്തിലും എന്ന് എഴുതണം. അപ്പൊ പിടിപെട്ടെന്നുള്ളത് അവിടെ സൂട്ടാവൂല. നോക്കിയേ, ആളുകൾ ഉറക്കപ്പിച്ചിലും ഭയത്തിലും പിടിപെട്ട് അങ്ങും ഇങ്ങും. അപ്പൊ അവിടെ ആൻസർ എഴുതുമ്പോ എന്താണ്, അവിടെ ഒരു മീനിങ് വരുന്നില്ല. കറക്റ്റ് ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും തന്നെ സിറ്റുവേഷൻ ആ ഒരു സെന്റൻസിന് ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഉറക്കപ്പിച്ചിലും എന്നുള്ളത് ഉറക്കപ്പിച്ചും ഭയവും. ഞാനും എന്റെ ചേച്ചിയും എന്നൊക്കെ പറയുന്ന പോലെ അയ്യും എന്നുള്ള ആ ഒരു ഇതാണ് അവിടെ വന്നേക്കുന്നത്. എന്ന് പറയുന്ന സൗണ്ട് ആണ് അവിടെ വന്നേക്കുന്നത്. ഉറക്കപ്പിച്ചിലും ഭയവും എന്നുള്ളത് മാറി ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് എന്ന് മാറി വരുമ്പോഴാണ് അവിടെ ആൻസർ കറക്റ്റ് ആവുന്നത്, സിറ്റുവേഷൻ ആ ഒരു സെന്റൻസ് കറക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു, ഇതൊക്കെ ഈസി ആണല്ലേ. നടുക്ക് മധ്യത്തിൽ 2ഉം ഒരേ മീനിങ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആകെ ശേഷിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്, ബാക്കി അത്രയേ ഉള്ളൂ. ആകെ 4-5 മരസ്പൂണുകൾ മാത്രമാണ് എന്നതിനേക്കാളും കുറച്ചും കൂടി സ്യൂട്ടാകുന്നത് ശേഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആകെ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ അവിടെ. കാരണം ആകെ ശേഷിച്ചിട്ടുള്ളത് 2ഉം ഒരേ മീനിങ് ആണ് വരുന്നത്. കുറച്ചും കൂടി വായിക്കുമ്പോൾ നമുക്ക് മീനിങ് തരുന്നത് ശേഷിച്ചിട്ടുള്ളതെന്ന് എഴുതുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി, ആ ഒരു വേർഡിന് ആ ഒരു സെന്റൻസിന് ഒരു ഭംഗി വരുന്നത് ശേഷിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുമ്പോഴാണ്. ആകെ എന്ന് കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുപോലെ തമ്മിൽ പരസ്പരം, ഇത് 2ഉം ഒരേ മീനിങ് ആണ് വരുന്നത്.
വഴിമുട്ടി ഗതിയില്ലാതെ, രണ്ടും ഒരേ മീനിങ് ആണ്. ഇതൊക്കെ ഈസിയാണ്. തലമുടികളിൽ, കണ്ടോ ഇവിടെ എത്തിയപ്പോ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് പാടായിട്ട് വരും. കാരണം തലമുടികളിൽ എന്ന് പറയില്ല, എന്ത് പറയും? തലമുടിയിൽ കൂടി, തലമുടിയിൽ നിന്നാണ് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ വരുമ്പോഴായിരിക്കും കുറച്ചൊരു എന്താ പറയാ, തെറ്റോ ശരിയോ ആണോ എങ്ങനെയാണോ എഴുതേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ശമിച്ചില്ലാതെയായി. ഇവിടെ രണ്ട് വേർഡ്സിന് ഒരേ മീനിങ് വരുന്ന തരത്തിലല്ല. ശമിച്ചില്ലാതെയായി എന്ന് പറയുമ്പോൾ കൂട്ടി എഴുതിയേക്കാണ്. അത് ഒരേ മീനിങ് തന്നെ വരുന്ന വേർഡാണ്, പക്ഷെ അത് കൂട്ടി എഴുതി വെച്ചേക്കാണ് അല്ലേ. ശമിച്ചില്ലാതെയായി. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അത് ഒരേ മീനിങ് തരുന്ന രണ്ട് വേർഡാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കൂട്ടി എഴുതി വെച്ചേക്കാണ്. ശമിച്ച് പ്ലസ് ഇല്ലാതെയായി, ശമിച്ചില്ലാതെയായി, അത് കൂട്ടി എഴുതി വെച്ചേക്കുവാണ്. അപ്പൊ ശമിച്ച് എന്ന് പറയുന്നതും ഇല്ലാതായി എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ് നൽകുന്നത്. അതിലൊന്നിലെ ശമിച്ചു അല്ലെങ്കിൽ ഇല്ലാതെയായി എന്ന് പറയുന്ന അതിലൊന്ന് ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഭീതിയുടെ, ഭയത്തോടെ, രണ്ടും ഒരേ മീനിങ് ആണ് നൽകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നോക്കിയത്? വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ക്ലാരിഫിക്കേഷനുമാണ് നോക്കിയത്. ഇത് എക്സാമിന് മെയിൻ ആയിട്ട് എപ്പോഴും ആ ഒരു ഗ്രാമർ സെക്ഷനിൽ നിന്ന് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അങ്കിവാക്യം, അങ്കവാക്യം, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നോക്കിക്കോളൂ, അത് വരും. അങ്കിവാക്യം, അങ്കവാക്യം അതുപോലെ തന്നെ വരുന്നതാണ് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-3 വട്ടം വായിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഒരേ മീനിങ് വരുന്ന വേർഡ് എടുത്തെഴുതാൻ വളരെ ഈസിയാണ്. അല്ലാത്ത തെറ്റുകൾ ഇതേപോലെ 2-3 പ്രാവശ്യം വായിച്ച് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.